Welcome to my classroom, Design of Concrete Structures 2, Civil Engineering, Semester 6, K2. Hi all, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Today's topic, columns subjected to compression and uniaxial bending. Problems. Module 1, columns subjected to compression and uniaxial bending. Problems. Problem number 3. Okay. Question. Design a reinforced concrete column of 400 mm square. Okay. Design a reinforced concrete column of 400 mm square to carry an ultimate load of 1000 kilonewton at an eccentricity of 160 mm. Use M20 grade and Fe 415 grade steel. Okay, question clear ആയോ? നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. Solution. Okay. First എന്താ നമുക്ക് given datas എഴുതാം. Given data. Okay. നമുക്ക് എന്തൊക്കെയാ given data? നമുക്ക് സ്ക്വയർ കോളം ആണ് പറഞ്ഞിട്ടുള്ളത്. See. Square column ആണ്, that is 400 mm by 400 mm. Okay. Here B equal to D equal to 400 mm. Square column ആണ്, നിങ്ങൾക്ക് അത് മനസ്സിലാവും. Okay. Clear ആണോ? Okay. B equal to D equal to 400 mm. ഇനി നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ ultimate load തന്നിട്ടുണ്ട് 1000 kilonewton. PU equal to 1000 kilonewton. Okay. ഇനി എന്താ നമുക്ക് യൂണിയാക്സിൽ ബെൻഡിങ് ആണെന്ന് മനസ്സിലാവാൻ നമുക്ക് എക്സെൻട്രിസിറ്റി തന്നിട്ടുണ്ട് 160 mm. E equal to 160 mm. സോ നമുക്ക് MU ഫൈൻഡ് ഔട്ട് ചെയ്യാവേ. യെസ്. MU equal to PU into E. It is 1000 into 160. Okay. Then നമുക്ക് FCK it is 20. Then FY it is 250 Newton per mm square. Newton per mm square. Okay. ഇത്രയും ക്ലിയർ ആണ്. യെസ്. Given data കിട്ടി. ഇനി നമുക്ക് അടുത്ത എന്താ? നമുക്ക് PU by FCK BD യും MU by FCK BD സ്ക്വയറും ഫൈൻഡ് ഔട്ട് ചെയ്യണം. സെക്കൻഡ് calculation of non-dimensional parameters. Okay, ഏതൊക്കെയാ? PU by FCK BD. Okay, PU എന്താ? It is given in the question 1000 into 10 raised to 3 Newton divided by FCK 20. B 400, D 400. സ്ക്വയർ കോളം ആണ്. ഓക്കെ. എത്രയായി കിട്ടിയത്? യാ 0.3125. ഓക്കെ. യെസ്. നമുക്കിനി അടുത്ത പാരാമീറ്റർ MU by FCK BD സ്ക്വയർ. MU നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ? PU into E ആണ്. സോ 1000 into 10 raised to 3 into 160. Okay, divided by FCK 20, B 400, D square 400 square. എത്ര വന്നു? Okay. Yeah. 0.125. Okay, നമുക്ക് ഈ രണ്ട് വാല്യൂസും കിട്ടി. നമുക്ക് ഇനി എന്ത് വേണം? D dash by D. D dash by D നമുക്ക് നോക്കാം. നമുക്ക് D dash നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ നമുക്ക് അസ്യൂം ചെയ്യാം. അസ്യൂം an effective cover
D dash equal to effective cover D dash equal to 40 mm. Okay. Effective cover നമ്മൾ assume ചെയ്തു 40. So 40 divided by D 400. It is 0.1. അതുപോലെ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് 2 സൈഡ് കൊടുക്കണമോ 4 സൈഡ്സ് കൊടുക്കണമോ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടില്ല. സോ അതും നമുക്ക് അസ്യൂം ചെയ്യാം. അസ്യൂമിങ് reinforcement is equally distributed on 2 sides അല്ലെങ്കിൽ 4 sides ഏത് വേണേലും നമുക്ക് അസ്യൂം ചെയ്യാം. അതിനനുസരിച്ച് ചാർട്ട് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഏത് ചാർട്ട് നമുക്ക് യൂസ് ചെയ്യണം? 2 sides ആണ്. D dash by D 0.1 ആണ്. FY 250 ആണ്. ചാർട്ട് എടുത്ത എല്ലാവരും SP16. ഓക്കെ, ചാർട്ട് ഏത് കിട്ടി? 28. യൂസ് SP16 ചാർട്ട് 28. ഓക്കെ, ക്ലിയർ? ശ്രദ്ധിക്കണം. FY 250 Newton per mm square. D dash by D 0.1. നമ്മൾ 2 സൈഡ്സ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് പറഞ്ഞത്. ഇവിടെയുണ്ട് റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 സൈഡ്സ്. ചാർട്ട് 28. നമ്മൾ ഇനി 4 സൈഡ്സ് എന്നായിരുന്നെങ്കിലോ നമുക്ക് ഏത് ചാർട്ട് വന്നേനെ? സി 4 സൈഡ്സ്. FY ഈക്വൽ ടു 250. D dash by D 0.1. 4 സൈഡ്സ് ആണ്. ക്ലിയർ? സി ഈക്വലി ഓൺ 4 സൈഡ്സ്. ചാർട്ട് നമ്പർ 40 വന്നേനായിരുന്നു. ഓക്കെ, നമ്മൾ ഇവിടെ അസ്യൂം ചെയ്തത് ഈക്വലി ഓൺ 2 സൈഡ്സ്. സോ ചാർട്ട് നമ്പർ 28. നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് വേണമെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 4 സൈഡ്സ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ സ്റ്റെപ്പ് ഇവിടെ തൊട്ട് മാറും. ചാർട്ട് 40 വേണം യൂസ് ചെയ്യാനായിട്ട്. എന്നിട്ട് വേണം അതിൽ നിന്ന് P/FCK വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ക്ലിയർ ആയല്ലോ? യെസ്, ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ ട്ടോ. ഓക്കെ ഓക്കെ, എന്നിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്തേക്കെ. ക്ലിയർ? യെസ്. ചാർട്ട് 28 നമുക്ക് PU/FCK BD it is 0.3125. MU/FCK BD square 0.125. എല്ലാവരും സെർച്ച് ചെയ്തേ. യൂസ് പെൻസിൽ. ഓക്കെ, ചാർട്ട് 28 PU/FCK 0.3125. ദിസ് സൈഡ് 0.3 ഇതാണ്. 125 ഇതെന്താ? 2.32 34 36. അപ്പൊ നമുക്ക് ഇൻ ബിറ്റ്വീൻ വരും. അതായത് 3125 വരുന്നുള്ളൂ. അപ്പം 0.3 കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി മുകളിലായിട്ടെ ഇവിടെ വരും. ഇവിടെ ഓക്കെ. MU/FCK ഹിയർ ഇറ്റ് ഈസ് 0.125. ഓക്കെ, MU/0.125. 0.5 0.1. അടുത്തത് എന്താ? 0.15. ഓക്കെ, അപ്പൊ ഇതെന്താ? 0.11 12 13 14 15. നമുക്ക് എന്താ? 125 11 12 125 എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ കറക്റ്റ് നടുക്കായിട്ട് വരും. ഇനി ഇത് രണ്ടും കൂടെ പ്രൊജക്ട് ചെയ്തോളൂ. 3 പോയിന്റ് ആയിരുന്നേ, ഇവിടെ വരും. എന്ത് വന്നു? 0.1 സി 0.1ന്റെ കെർവേ മുട്ടി നമുക്ക് 0.3125. അപ്പൊ കുറച്ച് പൊന്തിയിട്ട് വരും. അപ്പൊ എന്താ? 0.11. ടേക്ക് ഇറ്റ് ആസ് 0.11. ക്ലിയർ ആണോ? P/FCK വാല്യൂ ഫ്രം ചാർട്ട് 28 0.11. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർസെന്റേജ് ഓഫ് സ്റ്റീൽ ഫൈൻഡ് ഔട്ട് ചെയ്യാമല്ലോ. യെസ്, പെർസെന്റേജ് ഓഫ് reinforcement or steel P equal to 0.11 into FCK. FCK എത്ര? 20. 0.11 into
20, it is 2.2%. Clear? Next step, design of longitudinal reinforcement. Okay. നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീല് 2.2% ആയിരുന്നു വന്നത്. ദെൻ ASC കാൽക്കുലേറ്റ് ചെയ്യാം. P ഇൻറ്റു ഗ്രോസ് ഏരിയ ബൈ 100. P 2.2 by 100 ഇൻറ്റു ഗ്രോസ് ഏരിയ 400 സ്ക്വയർ. സ്ക്വയർ കോളമാണ്. എത്ര വന്നു? യെസ്, 3520 mm സ്ക്വയർ. കിട്ടിയില്ലേ? ഇത്തിരി സ്പീഡ് ചെയ്തോളൂ. ഓക്കെ, നമുക്കിനി ലോങ്റ്റിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റിന്റെ റീഇൻഫോഴ്സ്മെന്റ് സൈസ് അസ്യൂം ചെയ്യാം. അസ്യൂം 25 mm ഡയാ ബാസ്. അങ്ങനെയാണെങ്കിൽ എന്താ, 25 mm ഡയാബാറിന്റെ ഇത്രയും ഏരിയ ഉണ്ട്. സോ നമ്പർ ഓഫ് ബാർസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, എത്ര ലോങ്റ്റിറ്റ്യൂഡിനൽ ബാർ നമുക്ക് വേണമെന്നുള്ളത്. ഓക്കെ, ടോട്ടൽ ഏരിയ ഇത്ര ഏരിയയിൽ 3520 ഡിവൈഡഡ് ബൈ ഒരു റീഇൻഫോഴ്സ്മെന്റിന്റെ π/4 ഇൻറ്റു 25 സ്ക്വയർ. ക്ലിയർ? യെസ്. എത്ര വന്നു? 3520 ഡിവൈഡ് ബൈ π/4 d സ്ക്വയർ. ഇറ്റ് ഈസ് d എത്രയാണ് നമ്മൾ എടുത്ത? 25 സ്ക്വയർ. എത്ര വന്നു? യെസ്, 7.17. നമുക്കത് റൗണ്ട് ചെയ്യാം. ചെറുതിലേക്ക് റൗണ്ട് ചെയ്യരുത്, കൂടുതലിലേക്ക് റൗണ്ട് ചെയ്യാം. 8 നമ്പേഴ്സ്. ഇത് ശ്രദ്ധിക്കണം, നമ്മൾ അസ്യൂം ചെയ്തത് റീഇൻഫോഴ്സ്മെന്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്, അപ്പൊ ഈവൻ നമ്പേഴ്സ് ആയിട്ട് റൗണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. 6 പോയിന്റ് സംതിങ് ആ ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ നമ്മൾ അത് 8 ആയിട്ട് ചെയ്യുക. ക്ലിയർ? 4 പോയിന്റ് വന്നിരിക്കുന്നെങ്കിൽ 6 ആയിട്ട് റൗണ്ട് ചെയ്യുക. ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആ. സോ നമുക്ക് ഓഡ് നമ്പർ വന്നാൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡ് 8 numbers of 25 mm dia bars എന്തായിട്ടാ? as longitudinal reinforcement. ക്ലിയർ അല്ലേ? ഇത്രോ? യെസ്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാം. ഡിസൈൻ ഓഫ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, lateral reinforcement. ഓക്കെ, നമുക്ക് ഒരു കോളം, ഷോർട്ട് കോളം വിത്ത് ആക്സിയൽ ലോഡ് ആൻഡ് യൂണിയാക്സിയൽ ബെൻഡിങ് ആണ് നമ്മൾ ചെയ്തത്. നമ്മൾ അതിൽ ലോങ്റ്റിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് വരെ എത്തി. നമുക്കിനി എന്താ, ലാറ്ററൽ റീഇൻഫോഴ്സ്മെന്റ് ചെയ്യാം. ലാറ്ററൽ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഡിസൈൻ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് SP60ന്റെ സഹായത്തോടു കൂടി നമ്മൾ നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് വഴി നമ്മൾ പെർസെന്റേജ് ഓഫ് സ്റ്റീലാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. പക്ഷേ നമുക്ക് ഇവിടെ ലാറ്ററൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണമെങ്കിൽ ആസ് പെർ IS ഏത് വേണം? 456 2000 സഹായമില്ലാതെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ക്ലോസ് ഏതാന്ന് നോക്കാം. എല്ലാവരും കോഡ് എടുക്കുക. കോഡ് എടുത്തോ? ഓക്കെ, സി ആസ് ക്ലിയർ ആണോ? യെസ്. ഓക്കെ, നമ്മുടെ IS 456 2000 കോഡ് എടുക്കുക. പേജ് നമ്പർ 49, പേജ് നമ്പർ 49 ക്ലോസ്. ദെന ഇവിടെ ഉണ്ട് 26.5.3.2 സി, 26.5.3.2 ABC, pitch and diameter of lateral ties. ഓക്കെ, ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റിന്റെ പിച്ച് ആൻഡ് ഡയമീറ്റർ നമുക്കതാണ് വേണ്ടത്. എടുത്തല്ലോ എല്ലാവരും? ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേര് പിച്ചും ഡയമീറ്ററും. ഓക്കെ, ആദ്യം നമുക്ക് ഡയമീറ്റർ കൊടുക്കാം. ലാറ്ററൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡയമീറ്ററിന്റെ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? the diameter of the lateral ties shall be not less than 1/4 of the diameter of the largest longitudinal bar and not less than 6 mm. കോഡ് 16 അങ്ങനെയല്ല, 6 ആണ്. ഒന്ന് റീറൈറ്റ് ചെയ്തത് പെൻസിലില്. ഓക്കെ, 16 mm ഒന്ന് റീറൈറ്റ് ചെയ്ത് പെൻസിലില് മാർക്ക് ചെയ്തേക്കുക. 6 mm.
തെറ്റാണ്, കോഡില് 16 അല്ല 6. ഓക്കെ, S5ലും ഇത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. 1/4 ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ ലാർജസ്റ്റ് ലോങ്റ്റിറ്റ്യൂഡിനൽ ബാർ നോട്ട് ലെസ് ദാൻ, ശ്രദ്ധിക്കണം, എന്താ, ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് ഷാൽ ബി നോട്ട് ലെസ് ദാൻ. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? 1/4 ഓഫ് ഡയമീറ്റർ ഓഫ് ലോങ്റ്റിറ്റ്യൂഡിനൽ ബാസ്. നമ്മളിവിടെ ലോങ്റ്റിറ്റ്യൂഡിനൽ ബാസിന്റെ ഡയമീറ്റർ എത്രയാ? 1/4 ഇൻറ്റു ഇറ്റ് ഈസ് 25. എത്ര വന്നു? 6.25 mm. രണ്ടാമത് പറഞ്ഞ എന്താ? നോട്ട് ലെസ് ദാൻ എത്രയാ? 16 അല്ല 6 mm. ഇതിനെക്കാട്ടിലും ചെറുതാകാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ വലിയ ഒരെണ്ണം വേണം കൊടുക്കാനായിട്ട്. സോ പ്രൊവൈഡ്, നമുക്ക് 6ഉം 6.25 ആവുന്നത് നമുക്ക് 8 mm കൊടുക്കാം. 8 mm ഡയാ ലാറ്ററൽ ടൈസ്. ഓക്കെ, ഇനി നമുക്ക് ഒരു കണ്ടീഷനും കൂടെ ഉള്ളൂ. പിച്ച് ഓഫ് ലാറ്ററൽ ടൈസ് ഒന്ന് റീഡ് ചെയ്തേര്. നോട്ട് മോർ ദാൻ, സി, shall be not more than the least of the, okay, not more than least lateral dimension of the compression member, 16 times the smallest diameter of the longitudinal reinforcement, 300 mm. മൂന്ന് കണ്ടീഷൻ ഉണ്ട്. ടൈസ് shall be not more than, okay, least കാണാലോ, lateral dimension. That means least lateral dimension എത്ര? നമുക്ക് 400 mm. Then 16 times the smallest diameter of the longitudinal bar. It is 16 into 25. എത്ര വന്നു? 400 mm. Then 300 mm. നോട്ട് മോർ ദാൻ, ഇതിന് മൂന്നിന്നും സെലക്ട് ദ മിനിമം വാല്യൂ. എത്രയാ? 400 400 300 ആണ്. എത്ര വന്നു? 300 mm. സോ പ്രൊവൈഡ് 8 mm ഡയാബാസ് at 300 mm center to center spacing. That means pitch as lateral reinforcement or lateral ties. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ലാറ്ററൽ ടൈസും പ്രൊവൈഡ് ചെയ്തു. ഇനി നമുക്ക് എന്താ, നമ്മളിപ്പോ കൊടുത്തതെല്ലാം വെച്ച് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ്, ലോങ്റ്റിറ്റ്യൂഡിനൽ ബാസും ഡയമെൻഷനും ലാറ്ററൽ ടൈസും വെച്ച് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് വരയ്ക്കാം. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് details. ഓക്കെ, സ്ക്വയർ കോളം ആണ്. സി, ഓക്കെ, ഓക്കെ, നമുക്ക് 8 നമ്പർ ഓഫ് 25 mm ഡയാബാസ് ആയിരുന്നു വന്നത്. സ്ക്വയർ ആണ്. 400 mm by 400 mm ഡയമെൻഷൻ. 2 സൈഡ്സിലായിട്ടാണ് നമുക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. 1 2 3 4 5 6 7 8 ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ നമ്മുടെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് 8, ഇതെല്ലാം 8 numbers of 25 mm ഡയാബാസ്. നമ്മുടെ ലാറ്ററൽ ടൈസ് 8 mm ഡയ അറ്റ് 300 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. ഇനി നമുക്ക് ഇതിന്റെ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ,
ഓക്കെ, നമുക്ക് മെയിൻ റീൻഫോഴ്സ്മെന്റ് 8 numbers of 25 mm dia bars. ഇതാണ് lateral ties. 8 mm dia at 300 mm center to center spacing. That means pitch 300 mm. Through 300 mm. Clear ആണല്ലോ? യെസ്, ഇത്രയാണ് റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ്. നമ്മുടെ ഡിസൈൻ കഴിഞ്ഞു. സ്ക്വയർ കോളം ആണ് പറഞ്ഞിട്ടുള്ള, ഡയമെൻഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അൾട്ടിമേറ്റ് ലോഡ് PU 1000 kN നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ഡേറ്റ ആയിരുന്നു. ദെൻ എക്സെൻട്രിസിറ്റി തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അത് വെച്ചിട്ടാണ് MU ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ SP60 സഹായത്തോടു കൂടി നോൺ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് ആയ PU/FCK BDയും MU/FCK BD² വെച്ചുകൊണ്ട് നമ്മൾ P/FCK കർവിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. നമ്മൾ യൂസ് ചെയ്ത ചാർട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 2 സൈഡ്സ് ആയതുകൊണ്ട് 28 ആയിരുന്നു. കാരണം FI 250 ആയിരുന്നു. സോ നമ്മൾ അതിൽ നിന്ന് P/FCK വെച്ചിട്ട് പെർസെന്റേജ് ഓഫ് സ്റ്റീൽ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ലോങ്റ്റിറ്റ്യൂഡിനൽ റീൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്തു. പെർസെന്റേജ് ഓഫ് സ്റ്റീൽ വെച്ചിട്ട് നമ്മൾ ASC കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ നമ്പർ ഓഫ് ബാർസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് എത്ര ഡയമീറ്ററിന്റെ ലോങ്റ്റിറ്റ്യൂഡിനൽ ബാർസ് യൂസ് ചെയ്യണമെന്ന് കിട്ടി. 8 നമ്പർ ഓഫ് 25 mm ആയിരുന്നു നമ്മൾ കൊടുത്തത്. അതിനുശേഷം നമ്മൾ ലാറ്ററൽ റീൻഫോഴ്സ്മെന്റ്, ഇതാണ് നമ്മുടെ ഫിഗർ. നമുക്ക് ഒരു കോളം ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമെൻഷൻ സെറ്റ് ചെയ്തിരിക്കണം. അതിന്റെ മെയിൻ കമ്പികൾ അതാണ് ലോങ്റ്റിറ്റ്യൂഡിനൽ ബാർ എന്ന് പറയുന്നത്. അത് എത്ര എണ്ണം എത്ര ഡയമീറ്ററിന്റെ എന്നാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ലാറ്ററൽ എഫക്റ്റിനെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട്, ലാറ്ററൽ എഫക്റ്റ് കുറയ്ക്കാനായിട്ട്, അതായത് ഈ മെയിൻ റീൻഫോഴ്സ്മെന്റിനെ സ്റ്റിഫൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ലാറ്ററലി റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. അതാണ് നമ്മൾ അതെങ്ങനെയാ കൊടുക്കേണ്ടത്, എത്ര എണ്ണം എന്നല്ല, ത്രൂ ഔട്ട് ദ ലെങ്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ത്രൂ ഔട്ട് ദ ലെങ്തിൽ എത്ര സ്പേസിങ് കഴിഞ്ഞിട്ട് വേണം, കാരണം മെയിൻ റീൻഫോഴ്സ്മെന്റിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, സ്റ്റിഫൻ ചെയ്യാനായിട്ട്. സോ അതിന് എത്ര സ്പേസിങ്ങിൽ ചുറ്റിക്കെട്ടണം എന്നുള്ളതാണ്. സോ അതാണ് നമ്മളിവിടെ പിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്തത്. അവിടെ നമുക്ക് നമ്പർ ഓഫ് ബാർസ് അല്ല വേണ്ടത്, സ്പേസിംഗ് ആണ് വേണ്ടത്. ഇത്രയും ആകുമ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.